ഇൻഷോട്ടിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇന്റർഫേസ് വരും. ആ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഗാലറിയിലുള്ള ഏതൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്യണോ അതൊക്കെ സെലക്ട് ചെയ്ത് ഇൻഷോട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെക്കുക. എന്നിട്ട് വോയിസ് മ്യൂട്ട് ചെയ്യാം. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണെങ്കിൽ വോയിസ് മ്യൂട്ട് ചെയ്ത് വെക്കാം. വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്പീഡ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കുറച്ചുകൂടെ സ്പീഡ് ആക്കണമെങ്കിൽ സ്പീഡ് കൂട്ടി വെച്ചാൽ മതി. പിന്നെ നമുക്ക് എഫക്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്ട്സുകൾ ഒരുപാട് ഇതിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഫെയ്ഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ബ്ലർ ആക്കേണ്ട ഭാഗങ്ങളൊക്കെ ബ്ലർ ആക്കി വെക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇൻസ്റ്റാ ഫ്രെയിം വേണമെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ യൂട്യൂബിന്റെ വേണമെങ്കിൽ അതേപോലെ സെലക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഓപ്ഷൻസ് എടുത്തതിന് ശേഷം ടെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിൽ നമുക്ക് ഒരുപാട് എഡിറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റിലായിട്ട് നമ്മൾ വോയിസ് ഓവർ എടുക്കാൻ വേണ്ടി വോയിസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് റെക്കോർഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്ത് ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാം.